സഞ്ജു, എന്റെ പൊന്നു മോളെ, പ്ലീസ് ഒച്ച ഉണ്ടാക്കരുത്. മോളെ നിന്റെ അമ്മയാ. കൂട്ടിക്കൊണ്ട് പൊയ്ക്കോളൂ. എനിക്ക് എന്റെ മോളുടെ അടുത്ത് നിക്കണം മോനെ. പ്ലീസ് ഞാനിവിടെ നിന്നോട്ടെ. ഞാൻ വിളിച്ച എന്റെ മോള് കണ്ണു തുറക്കും. മോളെ ശ്രീകുട്ടി, അച്ഛ, എന്റെ മോള് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അച്ഛ. അച്ഛ, ജീവിതത്തിൽ എനിക്കിനി എന്താ ബാക്കിയുള്ളത്? അച്ഛ, ഞാനിനി എന്തിനാ ജീവിക്കുന്നത് അച്ഛ? അച്ഛൻ വിശ്വസിക്കുന്ന ദൈവത്തോട് എന്റെ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു തരാൻ പറയച്ച. ശ്രീദേവി, എന്റെ മോളെ തിരിച്ചു കിട്ടാൻ ഞാൻ എന്ത് പൂജകളാ ചെയ്യേണ്ടത്? പറ ശ്രീദേവി. നിനക്കതൊക്കെ അറിയാവുന്നതല്ലേ? ശ്രീദേവി, എന്നോടൊന്ന് പറഞ്ഞു താ ശ്രീദേവി. ശ്രീദേവി, ഞാൻ എന്ത് പൂജകൾ വേണമെങ്കിലും ചെയ്യാം. ശ്രീദേവി, എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയാ മാത്രം മതി. ശ്രീദേവി, ഏത് ദൈവ ശ്രീദേവി എന്റെ സങ്കടം കണ്ട കണ്ണു തുറക്കുന്നത്? ഏത് ക്ഷേത്രനടയിലേക്കാ ശ്രീദേവി ഞാൻ ഓടേണ്ടത്? ശ്രീദേവി, എനിക്കത് പറയുതാ ശ്രീദേവി. നമ്മുടെ മോളെ നമുക്ക് തിരിച്ചു കിട്ടും കാഞ്ചനെ. ദൈവം അത്രയ്ക്ക് ക്രൂരത കാണിക്കില്ല. അവളൊരു ചെറിയ കുട്ടിയാ. ഒരു ജീവനാ വേണ്ടതെങ്കിൽ എന്റേതങ്ങ് കൊണ്ടുപോയിക്കോട്ടെ. എന്റെ ഒരു മകളെ ദൈവം തിരിച്ചെടുത്തു. ഇതുപോലെ ഹോസ്പിറ്റലിന് മുന്നിൽ കണ്ണീരുമായി ഞാനും എന്റെ പ്രഭയും എത്ര നാളുകൾ കഴിഞ്ഞു. ഒരു കരുണയും ഞങ്ങളോട് ഈശ്വരൻ കാണിച്ചില്ല. ഒരു കുഞ്ഞെ വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതി ഞങ്ങൾ സമാധാനിച്ചു. പിന്നെ ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ മോള് ശ്രീകുട്ടിയായിരുന്നു. അവളുടെ ഒരു ഇഷ്ടത്തിനും ഞങ്ങൾ ഒരിക്കലും എതിര് നിന്നില്ല. ബാംഗ്ലൂരിൽ ഫ്രണ്ട്സിന്റെ കൂടെ പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പോ അതിന് ഞാനും പ്രഭയും സമ്മതിച്ചു. ആ കാലത്തൊന്നും സമാധാനത്തോടെ ഒരു രാത്രി പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. അവളുടെ വിവാഹമായിരുന്നു എന്റെ ഏറ്റവും വലിയ സ്വപ്നം. നമ്മുടെ ആഗ്രഹം സഫലമാകും. ഈ പരീക്ഷണം നമ്മൾ മറികടക്കും. അവിടെ വന്നിരിക്കും.
ഞാൻ ഓമനിച്ച് വളർത്തിയ എന്റെ ജീവന്റെ ജീവന് എന്റെ പൊന്നു മോളെ ദൈവം പരീക്ഷിക്കുക കവിത. എനിക്കൊന്ന് കിടക്കണം. എടാ മുത്തച്ഛനെ അവന്റെ റൂമിലേക്ക് കൊണ്ടേ കിടത്ത്. എനിക്കൊന്നുമില്ല, നടക്ക്, പേടിക്കണ്ട, എനിക്കൊന്നുമില്ല. എടുത്തു. എനിക്കൊന്നുമില്ല, പേടിക്കണ്ട. അങ്കിൾ ഇവിടെ നിന്നാ മതി, ഞാൻ ഡോക്ടർ ഒന്ന് ശരി പോലെ പോയിട്ട് വാ. ഇത് കുടിക്ക്, കുടിക്ക്, കുറച്ച് കുടിക്ക്. മതിയോ? ഇത് പിടിച്ചോ. അയ്യോ, അച്ഛനെന്ത് പറ്റി? പതുക്കെ. അയ്യോ മുത്തശ്ശ, മുത്തശ്ശന് എന്ത് പറ്റി? ഒന്നുമില്ല, ഒന്നുമില്ല മോളെ. പതുക്കെ. മുത്തശ്ശന് ഒരു തളർച്ച പോലെ, ഒന്ന് കിടന്നാ മാറാവുന്നേ ഉള്ളൂ. രാജു, സഞ്ജു എവിടെ? അവൻ ഡോക്ടറോട് വിവരം തിരക്കാൻ പോയതാ. അവ ഇപ്പൊ വരും. ഒന്ന് കിടക്കണം. അച്ഛാ, പതുക്കെ. മുത്തശ്ശൻ ചെറുതായിട്ട് വിറയ്ക്കുന്നുണ്ട്. ഷുഗർ കുറഞ്ഞു പോയെന്നാ തോന്നുന്നേ. ഏതൊക്കെ മെഡിസിൻ കഴിക്കുന്നുണ്ട്? ബിപിയുടെയും ഷുഗറിന്റെയും മരുന്ന് മുത്തശ്ശൻ കഴിക്കുന്നത്. മറ്റെന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ടോ? ഇല്ല ഡോക്ടർ. ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യണം. ഓവർ ടെൻഷൻ തന്നെ കാരണം. മരുന്ന് കഴിക്കുമ്പോൾ നോർമൽ ആയിക്കോളും. ശരി ഡോക്ടർ. ട്രിപ്പ് ഉടനെ സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ അറിയിക്കണം. അതിന് മാത്രം എനിക്കൊന്നുമില്ല മനെ. എന്നെ രോഗിയാക്കി. ഒന്നും മിണ്ടാതെ കിടക്കോ? പുറത്തു പറയാതിരുന്നെങ്കിലേ അവിടെ ബോധം കെട്ട് വീണേന്. ചേച്ചിയുടെ സർജറി കഴിഞ്ഞോ? ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട്. തിയേറ്ററിൽ നിന്ന് പുറത്തു വരാതെ ഡോക്ടറെ കാണാനാവില്ല. എന്താ മുത്തശ്ശ കൂടുതലൊന്നും പറയാതെ അദ്ദേഹം പോയത്? അവൻ പറഞ്ഞത് സത്യമാ. കാഞ്ചന പുറത്തു നിന്ന് ശ്രീകുട്ടിയെ കണ്ടു. നമുക്ക് പ്രാർത്ഥിക്കാൻ മോളെ. ആരും എന്നോടൊന്നും പറയാത്തതാ. ചേച്ചി അവിടെ കിടക്കുമ്പോ ഞാൻ എങ്ങനെ ഇവിടെ ഇരിക്കും? എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങോട്ട് പോവാ. അമ്മോ, 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 നിൽക്ക്. അമ്മൂനെ അങ്ങോട്ട് വിടരുത്. കാഞ്ചന സമനില തെറ്റി നിൽക്കുക. അമ്മൂനെ കണ്ടാ പിന്നെ എന്തൊക്കെ വിളിച്ചു പറയുമെന്ന് പറയാൻ പറ്റില്ല. ചേച്ചിയുടെ അമ്മ എന്ത് വേണേലും എന്നെ പറഞ്ഞോട്ടെ. നിന്നെ ഞാൻ വിടില്ല അമ്മോ. ശ്രീകുട്ടി കണ്ണു തുറന്ന് നിറഞ്ഞിട്ട് നീ പോയാ മതി. ഷിവറിംഗ് വരണമെങ്കിൽ ഡ്യൂട്ടി റൂമിലേക്ക് വിളിച്ചു പറയണം. ശരി സിസ്റ്റർ. ഇവൾക്കൊരു റൂം എടുത്തു കൊടുത്ത് ഇവളെ ഇവിടെ ഇരുത്തിയിരിക്കല്ലേ? നീ ഒന്നും മിണ്ടാതിരിക്കുക കാഞ്ചനെ. അവളിവിടെ ഇരുന്നോട്ടെ. അമ്മയ്ക്കത് പറയാം. എന്റെ മോള് അവിടെ മരണത്തോട് മല്ലടിച്ച് കിടക്കാൻ കാരണക്കാരി ദേ ഇവൾ ഒറ്റ ഒരുത്തിയ. കാഞ്ചനെ, നീ ഒന്ന് അടങ്ങ. അതിനമ്മ എന്ത് വിളിച്ചു? ശ്രീകുട്ടിയെ പറഞ്ഞു വെച്ചത് അമ്മ അല്ലല്ലോ,
ഇവൾ എന്തൊക്കെ ചെയ്താലും ന്യായീകരിക്കാൻ നിങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ശ്രീകുട്ടി എന്നോട് പറഞ്ഞിട്ട് പോയത് ഇവളുടെ ഭർത്താവ് ആരാണെന്ന് ഇന്നറിയാമെന്നാ. എന്നിട്ട് എന്റെ മോളുടെ അവസ്ഥ എന്തായി? ഇവള് പെരുങ്കള്ളിയല്ലാതെ ആരാ? അനിയത്തിന്ന് വിളിച്ച് എന്റെ മോള് ഇവളെ മനസ്സിൽ കൊണ്ട് നടന്നതല്ലേ? ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയവൻ ആരാണെന്ന സത്യം ഇവളെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ശ്രീകുട്ടിയിൽ നിന്ന് പോലും ഇവൾ എന്തിനു ഒളിച്ചു വെക്കണം? നിങ്ങൾ തന്നെ പറ മോനെ, നീ തന്നെ പറ. ദേ, ഇവള് ശ്രീകുട്ടിയെ ചതിച്ചോ ഇല്ലയോന്ന്? ഇവൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ അവള് ശ്രമിക്കുമ്പോ ഭർത്താവ് ആരാണെന്ന് എന്റെ മോളോട് ഇവള് പറഞ്ഞോ? അവൻ ആരാണെന്നൊരു വാക്ക് ഇവള് ശ്രീകുട്ടിയോട് പറയാൻ കൂട്ടാക്കിയിരുന്നെങ്കിൽ ശ്രീകുട്ടിക്ക് അതിന്റെ പിന്നാലെ പോകേണ്ടി വരുമായിരുന്നോ? സഞ്ജു, നീ പറ. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന എന്റെ മകളെ വഞ്ചിക്കല്ലേ ഈ കളി ചെയ്തത്? മതി വല്യേച്ചി, അവൾക്ക് പറയാൻ താല്പര്യമില്ലെന്ന് നമ്മളങ്ങ് കരുതിയ പോരെ. എനിക്കേ അങ്ങനെ കരുതാൻ പറ്റില്ല. ഈ നിമിഷം ഇവൾ ഇവിടെ നിന്ന് പോണം. ഇവിടെ എന്ത് പ്രതീക്ഷിച്ച ഇവള് നിൽക്കുന്നത്? കാഞ്ചന, ആരുടെ ഒരഭിപ്രായം എനിക്ക് കേക്കണ്ട. എന്റെ മോള് ജീവന് വേണ്ടി പിടയുന്ന ഈ ഹോസ്പിറ്റലിൽ ഇവൾ ഉണ്ടാവാൻ പാടില്ല. കടന്നു പോടി ഇവിടുന്ന്. പോയില്ലെങ്കിൽ നിന്റെ കഴുത്തിൽ പിടിച്ചിവിടുന്ന് പുറത്താക്കും. കഷ്ടമായി പോയി കാഞ്ചനെ. അപശകുന ആ പെണ്ണ്. അവൾ ഇവിടെ നിൽക്കുന്നത് എന്റെ മോളുടെ ജീവന് ഭീഷണി തന്നെ. അയ്യോ, അവളെന്തിനാ കരഞ്ഞോണ്ട് ഓടുന്നത്? അവൾക്ക് ഇനി എന്താ പറ്റിയേ? അവളെന്തിനാ ഇപ്പൊ കരഞ്ഞോണ്ട് ഓടിയത്? നിന്നോട് അവളെ ഇത് തടയാൻ പറഞ്ഞതല്ലേ? അപ്പച്ചി, സഞ്ജു നീ ചെല്ലടാ. വല്യപ്പച്ചി റൂമിലുണ്ട്. അയ്യോ, കഷ്ടായിപ്പോയി. അമ്മ അങ്ങോട്ടാ പോയത്? ഐസുവിന്റെ മുന്നിലേക്ക്. അമ്മ അവിടെ പിടിച്ചിരുത്തിക്കോളൂ. മുത്തച്ഛൻ കിടക്ക്. കാഞ്ചന അങ്ങോട്ട് വരും. എന്തിനാ മോനെ അവിടെ കിടന്നൊച്ചപ്പാടുണ്ടാക്കുന്നത്? കാഞ്ചന ഒന്ന് ശാന്തമാകുന്നവരെ അമ്മു അവളുടെ മുമ്പിൽ ചെല്ലാതിരിക്കുന്ന നല്ലത്. നമ്മൾ തന്നെ ഇത് ശ്രദ്ധിക്കണം. റൂമിൽ അവളെ ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാ എന്ത് ചെയ്യും മുത്തച്ഛ? അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ വല്യപ്പറ്റ സന്ദർഭം പോലും മറന്ന് ഇങ്ങനെ പെരുമാറുന്ന? ആരെയും കുറ്റപ്പെടുത്താനുള്ള സമയമല്ല മോനെ. ആ, മുത്തച്ഛൻ പറയുന്ന മോനെന്ന് കേൾക്ക്. അമ്മോനെ ഇപ്പൊ തന്നെ വീട്ടിലെത്തിക്കണം. അവള് ഹോസ്പിറ്റലിൽ നിൽക്കാൻ പാടില്ല. കാര്യം എന്തൊക്കെയാണെങ്കിലും അമ്മു ശ്രീകുട്ടിയെ വിട്ടു പോകുന്നു എനിക്ക് തോന്നുന്നില്ല. അവളെവിടെ നിർത്താൻ പറ്റില്ലടാ. നീ വാ. ആ, നിൽക്ക്. വീട്ടിൽ അമ്മൂനെ തനിച്ചാക്കരുത്. അവൾക്കൊപ്പം ആരെങ്കിലും ഉണ്ടാവണം. കാഞ്ചന അമ്മു രണ്ടു തരത്തിൽ സമനില കൈവിട്ട് നിൽക്കുക. എങ്കിൽ അവളെയും കൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോവാം. ആ, കൂടെ ഉണ്ടാവണം അവൾക്കൊപ്പം. അവളുടെ മുന്നിൽ വെച്ച് ഫോണിൽ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു വേണം. പറഞ്ഞാൽ നിനക്ക് മനസ്സിലായോ? ശരി, ഞാൻ ശ്രദ്ധിച്ചോളാം. ഇവിടുത്തെ വിവരമൊന്നും ഞാൻ അവളെ അറിയിക്കത്തില്ല.
ചെല്ലുമോനെ. ഇനി എന്തൊക്കെ കാണാനും കേൾക്കാനും ഇരിക്കുന്നു. ദക്ഷ ഉറക്കുമെന്ന് പറഞ്ഞ അത് അന്തിമ വിധിയാണെന്ന് അറിയാതെയാണോ ലൂക്ക ഈ കളിക്ക് അഡ്വാൻസ് വാങ്ങി ഇറങ്ങിയത്? മാഡം, സംഭവ സ്ഥലത്ത് ഞാൻ ഉണ്ടായിരുന്നതല്ലേ. പ്ലാൻ പിഴച്ചിട്ടില്ല. ആ പെൺകൊച്ചിനെ തട്ടിയിടുകയല്ല ചെയ്തത്. രക്ഷപ്പെടാനാവാത്ത ഇടിയായിരുന്നു. അവനെങ്ങനെ അപ്പോ അവിടെ എത്തി? ആക്സിഡന്റ് നടന്നാലുടനെ അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് ലൂക്കായിരിക്കണം ഞാൻ പറഞ്ഞതല്ലേ. സഞ്ജുവും ആ വീട്ടിലെ പെങ്കൊച്ചു ഓടി വന്നാൽ എനിക്ക് എന്നെ വണ്ടിയെ കയറ്റാൻ പറ്റുമോ? കാറ് കംപ്ലൈന്റ് ആയപ്പോൾ അവൾ അവനെ വിളിച്ചിരുന്നു മാഡം. എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ വിവരം? 48 മണിക്കൂർ പിന്നിടില്ലെന്നുള്ള റിപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത്. മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റാനുള്ള ശ്രമവും വിജയിക്കില്ല. ഉറപ്പായും മരണമുണ്ടാവും. 48 മണിക്കൂർ വരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറല്ല. തീരുമാനം എടുത്ത് കാത്തിരിക്കുന്ന ശീലം ദക്ഷയ്ക്കില്ല. 48 മിനിറ്റ്, അതാണ് ഞാൻ ലൂക്കയ്ക്ക് തരുന്ന സമയം. 48 മിനിറ്റിനുള്ളിൽ അവളുടെ മരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള കോൾ എനിക്ക് വരണം. മംഗലശ്ശേരി വീടിന് ദക്ഷ വിധിച്ച ദുർദിനമാണിന്ന്. വേണ്ട ചെയ്യാം മാഡം. കരയാതെ മോളെ, നമ്മൾ കരഞ്ഞു തീർക്കല്ല വേണ്ടത്, മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക വേണ്ടത്. കവിതയും വല്യേച്ചി അങ്ങോട്ട് വന്നോ? അമ്മൂനെ അവിടെ ഞാനൊരുവിധം പിടിച്ചിരുത്തിയിരിക്കുമായിരുന്നു. വല്യേച്ചി വന്ന സങ്കടം മുഴുവൻ അമ്മൂനോട് തീർത്തു. അമ്മ എന്നോട് ഇവിടുന്ന് പോവാൻ പറയല്ലേ അമ്മ. നീ എവിടെ പോവാനാ മോളെ? അമ്മയുടെ അടുത്ത് തന്നെ ഇരുന്നോ? അമ്മോ, ഇപ്പൊ ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ പറ്റൂ. രാജുവിന്റെ കൂടെ നീ വീട്ടിലേക്ക് പോണം. ഞാൻ പോവില്ല, ഞാൻ പോവില്ല. ഇവിടെ എന്റെ അടുത്ത് ഇരിക്കട്ടെ മോനെ. അത് നടക്കില്ലമ്മേ. വലിയ പിച്ചിക്ക് അത് ഇഷ്ടമല്ല. അല്ല, ഇവിടെ ഇരുന്ന കാഞ്ചനയ്ക്ക് എന്താ കുഴപ്പം? എന്ത് പറയാനാ ചേച്ചി? അമ്മു ഹോസ്പിറ്റലിൽ നിൽക്കാൻ പാടില്ലെന്നാ വല്യേച്ചി പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ വന്ന അമ്മൂനെ കണ്ട ഒരു പുകില് തന്നെ ഉണ്ടാവും. ഇതാരുടെയും കുടുംബസ്വത്തൊന്നുമല്ല. ഇവിടെ നിന്ന് ഇഷ്ടമില്ലാത്തവരോട് പോകാൻ പറയാൻ ആർക്കും അധികാരമില്ല. അമ്മ ആരെയും പേടിച്ച് എങ്ങും പോകുന്നില്ല. അങ്കിള് വരും വരായി അറിയാതെ സംസാരിക്കരുത്. വല്യപ്പച്ചയുടെ മകളാ അകത്ത് കിടക്കുന്ന. ഇവിടെ ആര് നിൽക്കണം നിൽക്കണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം വല്യപ്പച്ചയ്ക്ക്. എന്നോട് പോവാൻ പറയല്ലേ. അമ്മ ഇവിടെ ഒന്നല്ല, ഈ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കാൻ പാടില്ല. റൂമിൽ വന്നല്ലേ വല്യപ്പച്ചി കയർത്ത് നിന്നോട് പറഞ്ഞത്. ഇവിടെ വെച്ച് അമ്മൂനെ കണ്ട വല്യേച്ചി അടങ്ങി നിൽക്കില്ല. റൂമിൽ വെച്ചുണ്ടായതിനേക്കാൾ വലിയ പൊട്ടിത്തെറിയായിരിക്കും ഐസിയുവിന് മുന്നിൽ നടക്കാൻ പോകുന്ന. സഞ്ജു പറയുന്നത് അമ്മു അനുസരിക്കുക. ഐസിയുവിന് മുന്നിൽ ഒച്ചപ്പാടുണ്ടാക്കിയ ഇവിടെ ഒരാളെ പോലും ഇരിക്കാൻ അനുവദിച്ചൊന്നും വരില്ല. എല്ലാവരോടും പുറത്തു പോകാൻ പറയും. അവര് പറയുന്നത് സത്യം. വല്യേച്ചി പിടിവിട്ട് നിൽക്കുക. ഇനി നീ ഇവിടെ ഇരിക്കണ്ട അമ്മു. ഞാൻ അമ്മൂനെ കൊണ്ട് വീട്ടിലേക്ക് പോവാം. ചേച്ചി ഇങ്ങനെ കിടക്കുമ്പോ എനിക്ക് ഇവിടെ വിട്ട് പോവാൻ പറ്റില്ല. മറ്റെവിടേക്കെങ്കിലും മാറിയിരുന്നോളാം. നീ എവിടെ മാറിയിരിക്കും നീ പറയുന്ന? ഇവിടെ ഇരുന്നിട്ടും സ്വാതി കയറി കാണാൻ ആർക്കും കഴിയില്ല. അമ്മോ, നീ കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. നീ എഴുന്നേറ്റ് വാ മോളെ, ഞാൻ നിങ്ങളെ കൊണ്ടുവിടാം. സഞ്ജുവിന്റെ മാനസികാവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കണം. മോളിച്ചല്ലേ, കാഞ്ചനയ്ക്ക് ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് മോളിവിടെ നിൽക്കണ്ട. കാവേരിയുടെ ദിനേശന്റെയും കൂടെ നീ പൊയ്ക്കും. അമ്മ എഴുന്നേൽക്ക്. എന്റെ ചേച്ചി വിട്ട് ഞാൻ വരില്ല. എന്നെ പറഞ്ഞു വിടരുത്. അമ്മ മോളെ വാ വാ, ഇങ്ങ് വന്നല്ലേ മോളെ. മോള് നാളെ രാവിലെ വാ. അപ്പോഴേക്കും ശ്രീകുട്ടിയും കണ്ണു തുറക്കും. ഈ പെണ്ണു കുട്ടി ചെല്ല്.
പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കും. ചെല്ല്. അമ്മ വാ വാ അമ്മു. ചെല്ല് മോളെ. നടക്കമ്മു.